ഹായ്, എൻ്റെ പേര് അശ്വതി അനൂപ് എന്നാണ്. ഏകദേശം 2 വർഷത്തോളമായി ഞാൻ സബൈൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലാണ്. അവിടുത്തെ IVF ട്രീറ്റ്മെൻറ്റിലൂടെ എനിക്കിപ്പോൾ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിരിക്കുകയാണ്. എനിക്ക് 2 ആൺകുട്ടികളെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം ഇങ്ങനെ വന്നതെന്ന് പറയാൻ. എൻ്റെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു മൊമെൻ്റ് എനിക്ക് ഉണ്ടാവുമെന്ന്. പിന്നെ 9 വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. അതിൽ ഒരുപാട് ഹോസ്പിറ്റലിൽ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഫേമസ് ഹോസ്പിറ്റലിൽ, പിന്നെ ഹോമിയോ ആയാലും ആയുർവേദ ആയാലും ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടാത്തൊരു പോസിറ്റീവ് അപ്രോച്ചും, എന്താ പറയേണ്ടത്, ഒരു പോസിറ്റീവ് മൈൻഡും പോസിറ്റീവ് വൈബ്, അങ്ങനെയൊക്കെയാണ് എനിക്ക് സബൈൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും തോന്നിയത്. പിന്നെ ഫസ്റ്റ് ടൈം തന്നെ സബൈൻ സാറിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാനുള്ളത്, നമുക്ക് എന്തും പറയാനുള്ള ഒരു കേൾക്കാനുള്ള ഒരു മനസ്സ് അവിടെ സാറിനുണ്ട്. ഒരുപാട് പേഷ്യൻസ് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സാറിനെ കാണാൻ കയറുന്ന ഓരോ പേഷ്യൻറ്റും സാർക്ക് അത്രമേൽ വിലപ്പെട്ടതാണെന്ന് തെളിയിച്ചുകൊണ്ട് ഓരോരുത്തർക്കും പറയാനുള്ളതും സാർ അത്രയും ക്ഷമയോടെ കേൾക്കുന്നുണ്ട്. അതിനൊരു സൊല്യൂഷൻ പറയുന്നുണ്ട്. ചിലപ്പോൾ ഞാനൊക്കെ കയറിയിട്ട് ചിലപ്പം വിഡിത്തങ്ങളൊക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇന്ന് എനിക്കറിയാം. അപ്പോഴൊക്കെ അതിനൊക്കെ ക്ഷമയോടെ സാറ് നമ്മളുടെ കാര്യങ്ങൾ കേട്ട് നമുക്ക് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള മറുപടി സാറ് തന്നിട്ടുണ്ട്. ഇപ്പോഴും എന്താ പറയേണ്ടത്, ഒത്തിരി പേര് ഈ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഞങ്ങളുടെ ഏരിയയിൽ തന്നെ ഒത്തിരി പേര് വന്നിട്ട് അവർക്കൊക്കെ ഏകദേശം ഒരു 50% ആൾക്കാർക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് കിട്ടിയ ആ ഒരു സന്തോഷം അവർക്കും കിട്ടിയല്ലോ എന്ന് അറിയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനും അനുപേട്ടനും സബൈൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് തന്നെ. അങ്ങനെ IVF ട്രീറ്റ്മെൻറ്റ്, ഫസ്റ്റ് IVF നെഗറ്റീവ് ആയപ്പോൾ പോലും സബൈൻ സാർ നമുക്ക് അത്രയും എന്താ പറയേണ്ടത്, പോസിറ്റീവായി തന്നെ നമ്മളൊപ്പം നിന്ന് വിഷമിക്കണ്ട, നമ്മളെ ശരിക്കും പറഞ്ഞാൽ കൂടെ ചേർത്ത് നിർത്തി. പിന്നെ അടുത്ത IVF ചെയ്തു. രണ്ടാമത്തെ IVF സക്സസ് ആയി, പോസിറ്റീവ് റിസൾട്ട് കിട്ടി. എനിക്ക് എൻ്റെ 2 പൊന്നു മക്കളെ കിട്ടി, 2 ആൺകുട്ടികളാണ് എനിക്ക്. അപ്പോൾ ഈ ഒരു നിമിഷം ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് സബൈൻ സാർ ആൻഡ് സബൈൻ ഹോസ്പിറ്റൽ ഫുൾ എൻ്റെ ടീം ഓഫ് IVF. കാരണം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും നല്ലൊരു കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡെലിവറി വരെ കണ്ടിന്യൂ ചെയ്തത് സബൈൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് ഇത്രയും നാളും പോയിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ട് എവിടെ നിന്നും കിട്ടിയില്ല. അത് കിട്ടിയത് സബൈൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അത് എൻ്റെ മക്കളെ എനിക്ക് എല്ലാ രീതിയിലും ആരോഗ്യവാന്മാരായിട്ട് കിട്ടാൻ എനിക്ക് സബൈൻ ഹോസ്പിറ്റലിൽ എനിക്ക് 100% വിശ്വാസം. അപ്പോൾ എൻ്റെ ഡെലിവറി വരെ ഞാൻ കണ്ടിന്യൂ ചെയ്തത് സബൈൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം അവർ നഷ്ടപ്പെടുത്തിയില്ല. കാരണം ഫുൾ ആരോഗ്യത്തോടെയാണ് എനിക്ക് എൻ്റെ മക്കൾ അവർ തന്നത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് സബൈൻ സാർ, രഞ്ജിത്ത് സാർ, സൗമ്യ മാഡം, ഫുൾ എന്താ പറയേണ്ടത്, പറയാതിരിക്കാൻ പറ്റില്ല. അവിടുത്തെ ഓരോ ഗൈനക്കോളജിസ്റ്റിനെയും എടുത്തെടുത്ത് പറയേണ്ടതാണ്. പിന്നെ എന്താ വെച്ചാൽ ഒത്തിരി പേര് നമുക്ക് ഈ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് അറിയുന്നില്ല. അപ്പോൾ ഒത്തിരി പേര് നമ്മൾ പറഞ്ഞിട്ടും പിന്നെ നമ്മളെ പോസിറ്റീവ് റിസൾട്ട് അറിഞ്ഞിട്ടൊക്കെ നമ്മളുടെ നമ്പർ മേടിച്ചിട്ടൊക്കെ ഒത്തിരി പേര് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് വന്നവർക്കൊക്കെ റിസൾട്ട് കിട്ടി എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇനിയും എന്താ പറയണത്, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ തൊട്ട് താഴെയാണ് സബൈൻ സാറ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ. ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട് റിസൾട്ട് കിട്ടി സന്തോഷത്തോടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എന്നും ഒരുപാട് നല്ല റിസൾട്ട് സബൈൻ ഹോസ്പിറ്റലിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.